നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. കേരളം ഇന്ന് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയാണ്. ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപോയിട്ട് 1 വർഷമായി എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് കേരളം ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നത്. ഉമ്മൻചാണ്ടി മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുപോയ വിലാപയാത്രയിൽ അനുയായികൾ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു: ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. യഥാർത്ഥത്തിൽ ആ മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി മരണപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തും കേരളത്തിന്റെ വികസന രംഗത്തും ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ മരണപ്പെട്ട ഉമ്മൻചാണ്ടി ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടി മരണപ്പെട്ടില്ല എന്ന് വിശ്വസിക്കുന്ന എത്രയോ ആളുകളെ നമ്മളുടെ ഇടയിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തിനു പറയുന്നു, ഉമ്മൻചാണ്ടി തിരികെ വരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെയും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നു. ചരിത്ര പുരുഷ വീണ്ടും വരുമോ നിലച്ച ജീവിത സന്ധികളിൽ, മതാന്ധവിക്വലരണ ഭേരികളിൽ ഇടഞ്ഞു നീറും തെരുവുകളിൽ. കേരളത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ സമാനതകളില്ലാത്ത നേതാവ്, അധികാര പദവി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലെ ദുർബലരും നിരാലംബരുമായ ജനവിഭാഗത്തിന് ആശ്വാസത്തിന്റെ, സ്വാന്തനത്തിന്റെ കരസ്പർശനമേകിയ നേതാവ്. ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്ന് പുതിയ തലമുറയ്ക്ക് തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന നേതാവ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരം കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. കൊച്ചി മെട്രോ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, വിഴിഞ്ഞം തുറമുഖം, അലിഗഡ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ടിനെ അന്താരാഷ്ട്ര എയർപോർട്ടാക്കി നവീകരിച്ചു. അങ്ങനെ എത്രയെത്ര വൻകിട പദ്ധതികളാണ് കേരളത്തിന് ഒരിക്കലും മായ്ക്കുവാൻ പറ്റാത്ത രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണം സംഭാവന ചെയ്തത്. കാരുണ്യ പദ്ധതികളാണ്. ഇങ്ങനെ സമാനതകളില്ലാതെ കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും സ്പർശിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 5 വർഷത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണം കൊണ്ട് അരനൂറ്റാണ്ടിന്റെ വികസനമാണ് കേരളത്തിലുണ്ടായത് എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ തിരിച്ചറിയുന്നവർ ഇന്ന് വിലയിരുത്തുന്നത്. നമുക്കറിയാം, ഒരു മുൻ മുഖ്യമന്ത്രിയെ പറ്റി അനുസ്മരണം നടത്തുമ്പോൾ സാധാരണ കൂടുതൽ സംസാരിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച മന്ത്രിമാർ, MLA മാർ, സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഒക്കെ ആയിരിക്കും. പക്ഷെ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ പെട്ടിക്കടക്കാരൻ മുതൽ കോടീശ്വരൻ വരെ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുവാൻ ധാരാളം കാര്യങ്ങൾ അവർക്കുണ്ട്. കാരണം അവർക്കൊക്കെ ഏതൊരു മനുഷ്യനും രാഷ്ട്രീയ വലിപ്പം നോക്കാതെ, സമ്പത്തിന്റെ വലിപ്പം നോക്കാതെ, പദവിയുടെ വലിപ്പം നോക്കാതെ കയറി ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. തന്റെ വിഷയങ്ങൾ നിർഭയത്തോടുകൂടി, ഭയമില്ലാതെ പറയുവാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. ആ നിലയ്ക്ക് ഉമ്മൻചാണ്ടിയെ സ്മരിക്കുമ്പോൾ കേരളത്തിലെ ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങൾ പറയുവാനുണ്ട്. അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും ഉമ്മൻചാണ്ടിയെ പറ്റി ചിലത് പറയുവാനുണ്ട്. 2011 ഉമ്മൻചാണ്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് 2009 എൻ്റെ നാടായ കരുനാഗപ്പള്ളി പുത്തൻതെരുവിൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ആളപായമുണ്ടായ ഗ്യാസ് ടാങ്കർ ലോറി ദുരന്തം നടന്നത് കരുനാഗപ്പള്ളി പുത്തൻതെരുവിൽ 2009 2009 ആ ദുരന്തമുണ്ടായപ്പോൾ 14 ആളുകളാണ് അവിടെ മരണപ്പെട്ടത്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ആ ദുരന്തത്തിൽ മരണപ്പെട്ട മുഴുവൻ ആളുകളുടെയും ആശ്രിതർക്ക് ഗവൺമെന്റ് ജോലി നൽകുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അതിന്റെ നടപടിക്രമങ്ങളും ആ ഗവൺമെന്റ് പൂർത്തീകരിച്ചു. പക്ഷേ അതിനകത്തുണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയ 5 മത്സ്യത്തൊഴിലാളികൾ ഈ ഗ്യാസ് ടാങ്കർ ദുരന്തം പൊട്ടി മരണപ്പെട്ടിരുന്നു. ഈ 5 പേരുടെയും ആശ്രിതർക്ക് വേണ്ടി ഗവൺമെന്റ് ജോലി കൊടുക്കുവാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അറിയുവാൻ കഴിയുന്നത്, അവർക്ക് വേണ്ടി നിശ്ചയിച്ച ജോലിക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഈ 5 മത്സ്യത്തൊഴിലാളികളുടെയും ആശ്രിതരായ ഭാര്യമാർക്കും മറ്റ് ബന്ധുക്കൾക്കുമില്ലായിരുന്നു.
അതായത് അവർക്ക് SSLC വിദ്യാഭ്യാസം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് നിശ്ചയിക്കപ്പെട്ട ജോലി നൽകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ ഭരണം അന്ന് ഈ ആശ്രിത നിയമനത്തിന്റെ ഫയൽ ക്ലോസ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ മത്സ്യത്തൊഴിലാളികളുടെ ദുരന്തവും അവരുടെ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ വളരെ ചർച്ചയാകുകയും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. 2010 ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുകയും 2011 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. അന്ന് ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നടത്തിയ ഒരു ശ്രമമുണ്ടായിരുന്നു. ഈ ഗ്യാസ് ടാങ്കർ ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകളുടെ ഭാര്യമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പോയി ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു. ഒന്നല്ല രണ്ടല്ല, നിരവധി തവണ ഉമ്മൻചാണ്ടി സാറിന് ഈ ആവശ്യവുമായി ഞങ്ങൾ സമീപിച്ചു. ഉമ്മൻചാണ്ടി സാർ ഞങ്ങളോട് പറഞ്ഞത്, ഒരു ഗവൺമെന്റ് ഫയൽ ക്ലോസ് ചെയ്ത വിഷയമാണിത്, പ്രത്യേകിച്ച് നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ഫയൽ റീഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് 100% പറയാൻ കഴിയത്തില്ല. എങ്കിലും ഞാൻ ശ്രമിക്കാമെന്ന ഒറ്റ വാക്കാണ് ഉമ്മൻചാണ്ടി ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യമാർക്ക് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നിരന്തരം ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജനകീയനായ മനുഷ്യത്വത്തിൻ്റെ വലിയ ഉദാഹരണമായ ആ മനുഷ്യൻ ഒരു ഗവൺമെന്റ് ക്ലോസ് ചെയ്ത ഫയല് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് റീഓപ്പൺ ചെയ്ത് ഈ ആശ്രിതരായ മരണപ്പെട്ടവരുടെ ഭാര്യമാരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് തൊഴിൽ കൊടുക്കുവാനുള്ള തീരുമാനം ഗവൺമെന്റ് തലത്തിൽ എടുപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ ചെന്ന് പറയുന്ന വിഷയത്തിലും ഉമ്മൻചാണ്ടി എത്ര ഗൗരവത്തോടുകൂടി എത്ര ആത്മാർത്ഥമായിട്ടാണ് ആ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലായ ഒരു വിഷയമാണ്. അതിൻ്റെ ഫലമായിട്ട് എത്ര പേർ, ഈ 5 പേർക്കും ജോലി കിട്ടി. അതായത് 2 പേർക്ക് KMM-ലും, ഒരാളിന് കരുനാഗപ്പള്ളി കേര ഫീഡ്സിലും, 2 പേർക്ക് കേരള ഫീഡ്സിലുമായിട്ട് 5 മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യമാർക്കും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയുടെ ഉദാത്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുകയും അവരുടെ കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ആളുകൾക്കും എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഉമ്മൻചാണ്ടിയെ പറ്റി പറയുവാനുള്ളത്. ആ കാലഘട്ടത്തിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എൻ്റെ നാട്ടിൽ എനിക്കിന്നും കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത് കൊണ്ടാണ്. ഞാൻ സമീപിച്ച വിഷയങ്ങളിലെല്ലാം അനുകൂലമായ നിലപാടാണ് എനിക്ക് കിട്ടിയത്. ഏതാണ്ട് 1,80,00,000 രൂപയുടെ റോഡ് നിർമ്മാണത്തിലുള്ള വർക്കാണ് ഉമ്മൻചാണ്ടി എൻ്റെ ഡിവിഷനിൽ ഫിഷറീസ് ഫണ്ടിൽ നിന്നും അനുവദിച്ചു തന്നത്. എത്രയോ വാർഡുകളിലെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. 650 റേഷൻ കാർഡുകളാണ് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പദ്ധതിയിലൂടെ നമ്മൾ APL നിന്നും BPL ആക്കി കൊടുത്തത്. 650 കുടുംബങ്ങൾക്കാണ് അതിന്റെ സഹായമുണ്ടായത്. 1,90,00,000 രൂപയുടെ ചികിത്സാ സഹായം എൻ്റെ ഡിവിഷനിൽ എത്തിക്കുവാൻ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് എന്നെ പോലെയുള്ള ഈ നാട്ടിലെ ഓരോ പൊതുപ്രവർത്തകനും ഉമ്മൻചാണ്ടിയെ സമീപിച്ച ഓരോ വ്യക്തികൾക്കും ഒരു പ്ലസ് പോയിന്റ് അല്ലാതെ നെഗറ്റീവായിട്ട് പറയാൻ ഒന്നും ഇല്ല എന്നുള്ളത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ വലിപ്പമാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഭരണാധികാരിയുടെ നഷ്ടം നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞാൻ എൻ്റെ വൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ നിശ്ചഞ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായുണർത്തുവാൻ അന്തരിന്ദ്രിയ നാഭീപത്മത്തിനുള്ളിൽ പ്രാണസ്പന്ദങ്ങൾ സ്വരൂപിച്ച് വിശ്വരൂപങ്ങൾ തീർക്കാൻ അവയും ഞാനും തമ്മിലൊന്നാവാൻ